വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ ജീവനുള്ള നാളൊക്കെയും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവ തൃക്കൈ തുറക്കുമ്പോൾ ജീവനുള്ളതിനൊക്കെയും നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനായിരിക്കുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് യഹോവ സമീപസ്ഥനായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവം സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം. എന്തുകൊണ്ടാണ് ദൈവസ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്നത്? കാരണം ദൈവം തൃക്കൈ തുറക്കുമ്പോൾ ജീവനുള്ളതിനൊക്കെയും, അതൊരു പക്ഷിയാകട്ടെ, ഒരു മത്സ്യമാകട്ടെ, അതൊരു മൃഗമാകട്ടെ, മനുഷ്യനാകട്ടെ, എത്ര നിസാരമെന്ന് കരുതുന്ന ഏത് ജീവിയാണെങ്കിലും കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ, കർത്താവ് കണ്ണുകൾ തുറക്കുമ്പോൾ, കരങ്ങൾ നീട്ടുമ്പോൾ സകലതിനും തൃപ്തി വരുന്നു. പലപ്പോഴും ദൈവമക്കളെന്ന് കരുതുന്ന നമുക്കാണ് പലതിലും തൃപ്തിയില്ലാത്തൊരവസ്ഥ. ഇന്ന് പകൽക്കാലവും ദൈവം നമുക്കായി കരം തുറന്ന് സകലതിലും നാം തൃപ്തിയുള്ളവരായി മാറുവാൻ, നമ്മൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി മാറുവാൻ തക്കവണ്ണം നമ്മിൽ സകല കൃപയും പെരുക്കുവാൻ ശക്തനായിരിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അടുത്ത് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. കർത്താവേ, ഈ മേഖല, ഈ ഏരിയ, ഇവിടെ എവിടെയൊക്കെയോ ഞങ്ങൾക്ക് കുറച്ച് കുറവുകളുണ്ട്. അതുകൊണ്ട് അവിടെ നാം ആ സ്ഥലങ്ങളിലൊന്ന് തൃക്കൈ തുറന്ന് അതിനെയും ഞങ്ങൾക്ക് നിറവാക്കി ഞങ്ങളെ അതിലൊരു വിശാലതയിലേക്ക് കൊണ്ടുവന്ന് അനുഗ്രഹിക്കണമേ അപ്പ എന്ന് പ്രാർത്ഥിക്കുവാനായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ അവിടെ നിന്നാലുമായി ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങ് ഞങ്ങളെ ദൈവമേ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെയും നിരൂപണങ്ങളെയും ദൂരത്തു നിന്ന് അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. അപ്പ ഞങ്ങളുടെ സങ്കടങ്ങളെയും ഞെരുക്കങ്ങളെയും നിലവിളികളെയും ദൈവമേ ഒക്കെ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് അടുത്തു വരുന്ന മനുഷ്യർ പലപ്പോഴും ഞങ്ങളുടെ മുഖത്തെ കാണുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കാണുന്നു കർത്താവേ. എങ്കിലും ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ചിന്തകളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ വിചാരങ്ങളെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പച്ച ദൈവമേ, അങ്ങ് ദൈവമേ ആ ഞങ്ങളുടെ സങ്കടങ്ങളെ അറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. അപ്പച്ച ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളും വായിലെ വാക്കുകളും യഹോവയ്ക്ക് പ്രസാദമായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളായിരുന്നത് പോലെ അല്ല, ഈ നാളുകളിൽ ദൈവഹിതപ്രകാരം നന്മയും പൂർണ്ണതയും പ്രസാദവും എന്തെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ ഞങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. കർത്താവെ, ഓരോ ദിവസവും ക്രമം തെറ്റിയവർക്ക് ദൈവമേ ക്രമം ഉപദേശിച്ചു കൊടുക്കുവാൻ, ദൈവമേ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി പകരുന്നൊരു ദൈവം, കർത്താവെ വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, മനസ്സ് തകർന്നിരിക്കുന്നവരെ ദൈവമേ മുറിവ് കെട്ടുന്നൊരു ദൈവം ഞങ്ങൾക്ക് തുണയായി ഉള്ളതിനായി കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നൊരു നിലവാരത്തിലേക്ക് വരുവാൻ, പരാതികൾ വെടിഞ്ഞ് കർത്താവെ അതൃപ്തികൾ വെടിഞ്ഞ് ദൈവമേ പരാജയങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ജയത്തോടെ നടക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. ആത്മീകമായി ശക്തരായി മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിൻ്റെ വില ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ അറിയണമെന്ന്, ഞങ്ങളത് അറിഞ്ഞ് പെരുമാറുവാൻ, ദൈവമേ ദുഷ്ടനെ ആ യേശുവിൻ്റെ രക്തത്താൽ തകർത്ത് കളയുവാൻ, ദൈവഹിതമല്ലാത്ത ചിന്തകൾ, പ്രവർത്തികൾ, വ്യക്തികൾ, ഇതിൽ നിന്നെല്ലാം യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ വിടുവിക്കപ്പെട്ടിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ചില ഭവനങ്ങളിൽ കർത്താവെ ദൈവഹിതമല്ലാത്ത ചിലത്, പൈശാചികമായിരിക്കുന്ന ചില സാധനങ്ങൾ കർത്താവെ പലതും ഭവനങ്ങളിൽ അറിയാതെ സൂക്ഷിക്കപ്പെട്ട് അത് ജീവിതങ്ങൾക്കൊരു പരാജയമായി തകർച്ചയായി ഒക്കെ ഇരിക്കുന്ന ഭവനങ്ങളിൽ യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് വെളിപ്പെട്ട് ദൈവമേ അതിനെ പുറത്ത് കളയുവാൻ, കർത്താവെ അത് ആ ഭവനങ്ങളിൽ നിന്ന് നീക്കി കളയുവാൻ ദൈവമേ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവെ, അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിരിക്കുന്ന വെളിപ്പാടുകളെ ഇവർക്ക് പകരണമേ. ഏലസുകൾ, ചരടുകൾ കർത്താവെ, ശരീരത്തിൽ കെട്ടിയിരിക്കുന്ന കെട്ടുകളിട്ട് സൂക്ഷിക്കുന്ന ചിലതിനെയെല്ലാം ഈ ദിവസങ്ങളിൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില വിഗ്രഹങ്ങൾ ദൈവമേ, പല രൂപങ്ങൾ, ഭവനത്തിലിരിക്കുന്ന രൂപങ്ങൾ, വിഗ്രഹങ്ങൾ, അതിനെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടു കൂടി പുറത്ത് കളഞ്ഞ് കർത്താവെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഈ കുടുംബങ്ങൾ കടന്നു വരുവാൻ അവിടെ നിട വരുത്തണമേ. ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ
കരങ്ങളിലിരിക്കുന്ന ചില വസ്തുക്കൾ കർത്താവെ അതെല്ലാം അവരിൽ നിന്ന് പോകുവാൻ, പഠനത്തിന് തടസ്സമായിരിക്കുന്നത് കർത്താവെ അതെല്ലാം ഈ ഭവനങ്ങളെ വിട്ട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകുവാനായി കൽപ്പിക്കുന്ന അപ്പച്ച. ദൂതന്മാർ ഇറങ്ങി കർത്താവെ ഒരു ശുദ്ധീകരണ പ്രോസസ്സ് ദൈവമേ ഇവരുടെ ഭവനങ്ങളിൽ നടത്തട്ടെ. ദൈവമേ കർത്താവ് യഹോവയുടെ ആലയത്തിൽ നിന്ന് കച്ചവടക്കാരെ എല്ലാം അടിച്ചു പുറത്താക്കി എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ആലയത്തെ ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ ഭവനങ്ങൾ കർത്താവിന് വസിക്കുവാനുള്ള മന്ദിരമായിരിക്കാല്ലേ. ദൈവഹിതമല്ലാത്തത് സകലതും ജീവിതത്തിൽ നിന്ന്, മുറികളിൽ നിന്ന്, ദൈവമേ കുഞ്ഞുങ്ങളുടെ ദൈവമേ മൊബൈലുകളിൽ നിന്ന്, ദൈവമേ അവരുടെ പഠന ഉപകരണങ്ങളിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നും നീങ്ങിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഒരു ക്രമീകരണം ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് അവിടെ നിന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കട്ടെ. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി പരത്തിയതുമായിരിക്കട്ടെ. പലപ്പോഴും ദൈവമേ ഞങ്ങളുടെ വാക്കുകൾ ദൈവമേ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതും ദൈവത്തിന് ഹിതമല്ലാത്തതും ദൈവമേ പരിഹാസത്തിൻ്റേതും ഒക്കെയായി മാറുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണെന്നോർത്ത് ദൈവകൃപയിൽ അടിസ്ഥാനമിട്ട് വളരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. വാക്കുകൾ കൊണ്ട് മുറിവേറ്റിരിക്കുന്നവരെ ദിവസങ്ങളിൽ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക പ്രതിസന്ധികൾ കർത്താവേ ഇന്ന് പകൽക്കാലം ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. നല്ല ജോലികൾ നൽകണമേ. കുഞ്ഞുങ്ങൾ പഠിച്ചതിനനുസരിച്ച് ചില പ്രിയപ്പെട്ടവരൊക്കെ ആ വിഷയങ്ങളിൽ പ്രത്യേകമായി വിഷയം വച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പഠിച്ച കോഴ്സിനനുസരിച്ച് നല്ല ജോലികളിലേക്ക് പ്രവേശിക്കട്ടെ. വിസ പ്രോസസ്സുകൾ ദൈവമേ വേഗത്തിലാകുവാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച. നടക്കുവാനുള്ള പ്രയാസങ്ങൾ കർത്താവെ, രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പച്ച. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവെ ശരീരങ്ങളിൽ മനസ്സിലൊക്കെ ഇറങ്ങി വരട്ടെ. മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ. ദൈവമേ അലർജികൾ, സ്കിൻ അലർജികൾ, ചോർച്ചിലുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ശ്വാസമുട്ടിൻ്റെ അവസ്ഥ, ലങ്സിൻ്റേതായിരിക്കുന്ന എല്ലാ അലർജികൾ, ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു. ചുമയുടെ പ്രയാസങ്ങൾ വിട്ടുമാറട്ടെ കർത്താവെ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ നിന്ന് ജനത്തെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം കൂടെ ഇരിക്കണമേ. എല്ലാ വിഷയത്തിലും കർത്താവിൻ്റെ കരം, സമാധാനം, ശക്തി, കൃപ, സന്തോഷം എല്ലാം ഈ ഭവനങ്ങളിൽ നിറയുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ അനേക കുടുംബങ്ങളുടെ കഥകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചത് മുതൽ പല പല കുടുംബങ്ങൾ, നോഹയുടെ കുടുംബം, അബ്രഹാമിൻ്റെ കുടുംബം, യോസഫിൻ്റെ കുടുംബം, ഇസഹാക്കിൻ്റെ കുടുംബം, യാക്കോബിൻ്റെ കുടുംബം, ഇങ്ങനെ പല പല കുടുംബ ജീവിതങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മുടെ ദൈവം സ്നേഹബന്ധത്തിൻ്റെ ദൈവമാണ്, കൂട്ടായ്മയുടെ ദൈവമാണ്. കർത്താവ് കണ്ണുനീര് തുടയ്ക്കുന്നവനും കുടുംബങ്ങളെ പണിയുന്നവനും ആശ്വസിപ്പിക്കുന്നവനും ഒക്കെയാണ്. അതിനിടയിൽ യാക്കോബ്, ഇസഹാക്കിൻ്റെ 2 മക്കളിൽ ഇളയവനായിരുന്ന യാക്കോബ്, പിന്നത്തേതിൽ നമുക്കെല്ലാവർക്കും അറിയാം 12 മക്കളുണ്ടായിരുന്നു. പലതും യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതിനിടയിൽ യാക്കോബിൻ്റെ മക്കളായിരുന്നവർ, മൂത്ത മക്കൾ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യോസഫിനെ അവർ വിറ്റ് കളഞ്ഞ ശേഷം, അല്ലെങ്കിൽ പൊട്ടക്കുഴിയിലിട്ടതിന് ശേഷം യാക്കോബിൻ്റെ അടുക്കലേക്ക് വന്ന് പറയുകയാണ്, അവനെ കാട്ടുമൃഗങ്ങൾ പറിച്ചു കീറിപ്പോയി, അവനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞൊരു ഉടുപ്പ് തെളിവായി കൊണ്ടുവന്ന് യാക്കോബിൻ്റെ കരങ്ങളിൽ കൊടുത്തു. യാക്കോബിന് അത് ഹൃദയത്തിന് ഒത്തിരി ഭാരമായി. കാരണം ഏറ്റവും സ്നേഹിച്ച ഭാര്യയിൽ നിന്നുണ്ടായ മകനായിരുന്നു യോസഫ്. അങ്ങനെ എൻ്റെ നരയെ കണ്ണുനീരോടുകൂടി നിങ്ങൾ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞ് അനേക വർഷങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി ഇരുന്ന യാക്കോബ് 22 വർഷങ്ങൾക്ക് ശേഷം അറിയുകയാണ് തൻ്റെ മകനായിരുന്ന യോസഫ് അവിടെ ജീവിച്ചിരിക്കുന്നു, ഈജിപ്തിൽ ജീവിച്ചിരിക്കുക മാത്രമല്ല ഉന്നത പദവിയിലാകുന്നു എന്നറിയുമ്പോൾ കണ്ണ് മങ്ങി, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഇനി ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ഓർത്തിരുന്ന യാക്കോബിൻ്റെ കണ്ണുകൾക്ക് ചൈതന്യം വരുന്നു. യാക്കോബിന് പുതുജീവൻ പ്രാപിക്കുന്നു. യാക്കോബിന് തൻ്റെ മകനെ കാണുവാനായി ഇടവരുന്നു. ഹല്ലേലൂയ. ദൈവം നീക്കുപോക്കിൻ്റെ ദൈവം പലതിനെയും പരിഹരിക്കുന്ന ദൈവം, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് സംരക്ഷിക്കുന്ന ദൈവം, ചൈതന്യം മങ്ങിയിരിക്കുന്നിടത്ത്, ആശകളും വിശ്വാസവും നഷ്ടപ്പെട്ട സ്ഥാനത്ത് സകലതിനെയും മടക്കി നൽകുന്നൊരു ദൈവം. യാക്കോബിന് തൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്ന യോസഫിനെ 22 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ചിലത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ നഷ്ടപ്പെട്ട പലതും പുതുക്കം പ്രാപിക്കുവാൻ, പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, പുതിയ നന്മകൾ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുവാൻ, നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു ദൈവം നിങ്ങൾക്കായി ഇന്ന് പകൽക്കാലവും പ്രവർത്തിക്കട്ടെ. നഷ്ടപ്പെട്ട, ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കില്ല എന്ന് കരുതിയ ചില ബന്ധങ്ങൾ, ചില നന്മകൾ, ചില സമ്പത്ത്, ചില വസ്തുക്കൾ എല്ലാം ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.